ദേവ് ട്രാവൽ വേൾഡിൻ്റെ 164-ാമത്തെ വീഡിയോ. രാജസ്ഥാനിലെ ഉദയ്പൂർ നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ നാട്ടിൽ അന്യം നിന്നുപോയ ഷോക്ക് അബ്സോർബർ റീകണ്ടീഷനിങ് ഇന്നും ഈ നഗരത്തിലുണ്ട്. എള്ളുകൊണ്ട് മിഠായികൾ ഉണ്ടാക്കി തെരുവിൽ വിൽക്കുന്ന ഇത്തരം കച്ചവടക്കാരും രാജസ്ഥാനിലും ഗുജറാത്തിലും ധാരാളമുണ്ട്. രസഗുളയും ജിലേബിയും സോനാപപ്പടും നമ്മുടെ കൺമുന്നിൽ വെച്ചുണ്ടാക്കി ഇതുപോലെ വിൽപ്പന നടത്തുന്ന ധാരാളം കടകൾ ഉദയ്പൂരിലുണ്ട്. പലതരം മിഠായികൾ വിൽക്കുന്ന മിഠായി വാലകൾ. ഉദയ്പൂരിലെ ബാപ്പു ബസാർ. രാജസ്ഥാനി കലാപാരമ്പര്യം വിളിച്ചോതുന്ന അനേകം ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. ഉച്ച സമയമായതിനാൽ വലിയ തിരക്കൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. വർണ്ണവൈവിധ്യമാർന്ന പലതരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അനേകം കടകൾ നിരനിരയായി നിൽക്കുന്നത് കാണാം. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം സന്ദർശകർ എത്തുന്ന ഉദയ്പൂർ നഗരത്തിൽ സന്ദർശകർക്കായി ഇതുപോലെ ധാരാളം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രസിദ്ധമായ ലേക്ക് പാലസ് സ്ഥിതി ചെയ്യുന്ന പിച്ചോള തടാകത്തിനരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തടാകത്തിന് നടുവിൽ നമ്മുടെ മുന്നിലായി അങ്ങ് അകലെ കാണുന്നതാണ് ലേക്ക് പാലസ്. ഇന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ കയറിയത് ലേക്ക് പാലസ് ഉടമയുടെ ഹോട്ടലിലാണ്. വൃത്തിയുള്ള വിശാലമായ ഭക്ഷണശാലയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ കഴിച്ച താലി ഡിഷ് എന്തുകൊണ്ടും മികവുറ്റതായി. സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷം. ഉദയ്പൂരിലെ സൂരജ് പോളിൽ പിച്ചോള ലേക്കിന് സമീപത്തുള്ള ദൂത് തലായ് എന്ന വിശാലമായ കുളത്തിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദൂത് തലായ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വിശാലമായ ചിറയുടെ സമീപത്തായി ദീൻ ദയാൽ ഉപാധ്യായ പാർക്കും സ്ഥിതി ചെയ്യുന്നു. അങ്ങ് അകലെ മലമുകളിൽ കാണുന്നതാണ് പ്രസിദ്ധമായ കർണിമാതാ ക്ഷേത്രം. പിച്ചോള തടാകത്തിനരികിൽ നിന്നും കർണിമാതാ ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന കേബിൾ കാർ സർവീസുകളും നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം. തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന ഈ വെളുത്ത നഗരം പ്രകൃതി സസ്യജാലങ്ങൾ കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും സഞ്ചാരികൾക്ക് ഏറെ പ്രിയകരമായ ഒരിടമാണ്. മനോഹരമായ ഒട്ടേറെ നിർമ്മിതികൾ ദൂത് തലായയുടെ ചുറ്റിലുമായുണ്ട്. തടാകങ്ങളുടെ നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന ഉദയ്പൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പിച്ചോള തടാകക്കരയിലാണ് പ്രസിദ്ധമായ സിറ്റി പാലസ് സ്ഥിതി ചെയ്യുന്നത്. മേവാർ രാജകുടുംബം 18-ാം നൂറ്റാണ്ടിൽ പണി കഴിച്ച സമ്മർ പാലസ് ആണ് നമുക്ക് മുന്നിലായി തടാകത്തിന് നടുവിൽ കാണുന്ന വെളുത്ത നിറത്തിലുള്ള ലേക്ക് പാലസ്. ലേക്ക് പാലസ് സ്ഥിതി ചെയ്യുന്ന ജഗ്നിവാസ് എന്ന കൊച്ചു ദ്വീപിന് 4 ഏക്കർ വിസ്തൃതിയുണ്ട്. മഹാറാണ ജഗത് സിംഗ് രണ്ടാമൻ്റെ കാലത്ത് 1746-ലാണ് 83 മുറികളുള്ള ഈ കൊട്ടാരം പണി കഴിച്ചത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ എടുക്കപ്പെട്ട കൊട്ടാരങ്ങളിലൊന്നായ ലേക്ക് പാലസ് ഇന്ന് ഉദയ്പൂരിലെ HRH ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോപ്പർട്ടിയാണ്. ഉദയ്പൂരിൻ്റെ സ്ഥാപകനായ മഹാറാണ ഉദയ് സിംഗ് രണ്ടാമൻ തലസ്ഥാനത്ത് നല്ലൊരു ജലസ്രോതസ് കിട്ടാൻ സിസർമ നദിയുടെ പോഷക നദികളിൽ അണകെട്ടി ഉണ്ടാക്കിയ ജലസംഭരണിയാണ് പിച്ചോള തടാകം. സഞ്ചാരികൾക്ക് ഏറെ ആനന്ദം പകരുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ തടാക പരിസരത്തുണ്ട്. സഞ്ചാരികൾക്കായി ഇവിടെ പ്രവർത്തിക്കുന്ന ബോട്ടിൽ യാത്ര ചെയ്യുന്നതിന് 25 മിനിറ്റിന് 250 രൂപയാണ് ഈടാക്കുന്നത്.
തടാകത്തിൻ്റെ മറുകരയിൽ 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഉദ്യാനത്തിൽ പ്രസിദ്ധമായ ഒബ്റോയ് ഉദയവിലാസ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നു. തടാകത്തിൻ്റെ സായാഹ്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ചാരുതയാർന്ന ദൃശ്യവിരുന്നാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞത്. രാജസ്ഥാനിൽ വരുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഉദയപൂർ. ഉദയപൂർ നഗരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാഴ്ചകൾ സന്ദർശകർക്ക് സമ്മാനിക്കുന്ന ഇടമാണ് പിച്ചോള ലേക്കും പരിസരവും എന്ന് നിസ്സംശയം പറയാം. ഈ തടാക പരിസരത്തെ പകൽ കാഴ്ചകളും സന്ധ്യാസമയ കാഴ്ചകളും രാത്രി കാഴ്ചകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. സിറ്റി പാലസും ജഗ്മന്ദിർ ദ്വീപും മോഹൻ മന്ദിറും ഗംഗൗർ ഘട്ടും ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ്. ലേക്ക് പാലസിൻ്റെ രാത്രി ദൃശ്യം കുറെ കൂടി അടുത്ത് കാണുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 4 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ 8.5 മീറ്ററോളം ആഴമുണ്ട്. അരാവലി പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ അതിമനോഹരമായ സൂര്യാസ്തമയം കാണാൻ സാധിക്കുന്ന 1720 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രകൃതിരമണീയ തടാകമാണ് പിച്ചോള തടാകം. ഈ തടാകവും പരിസരവും സന്ദർശകരിൽ ഉളവാക്കുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് രാജസ്ഥാനിലെ ഓരോ നഗരവും. ഇക്കൂട്ടത്തിൽ വീണ്ടും വീണ്ടും വരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നഗരമാണ് ഉദയപൂർ. ഉദയപൂരിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.